വൈദികരെയും സന്യസ്തരെയും ഒക്കെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു നാടാണ് ഈ കുട്ടനാട്. അപ്പം നമ്മൾ ഈ വെള്ളം പൊങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോയി. അവസാനം ഈ നാട് മറ്റുള്ളവർ എല്ലാവരും കയ്യേറുന്നു. നമുക്ക് ഇതൊന്നും വേണ്ട, മറ്റുള്ളവർക്ക് ഇതൊക്കെ വേണം താനും. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അത് നിങ്ങളെല്ലാവരും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം കുട്ടനാട് വിട്ടുപോകുക എന്നുള്ളതിനേക്കാളും കുട്ടനാടിനെ കുറച്ചുകൂടെ നല്ലതാക്കിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തകൾ വളരെ നന്നായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ പുളുങ്കുന്ന് പള്ളിയും എടത്വാ പള്ളിയും അതുപോലെ ചമ്പക്കുളം പള്ളിയും നമ്മുടെ അതിരൂപതയിലെ 3 ബ്രഹ്മാണ്ഡ ദേവാലയങ്ങളാണ്. ഇതെല്ലാം പണിതത് 1880കളിലാണ്. എന്താ പറയുക, 130 വർഷം കഴിഞ്ഞു. അന്നത്തെ കാലത്ത് 130 വർഷങ്ങൾക്ക് മുമ്പ് പുളുങ്കുന്നിൽ എത്ര ഓടിട്ട വീടുകളുണ്ടായിരുന്നു? വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ആ പള്ളി പണിതപ്പം ഒന്നും കുറച്ചില്ല. വലിയ ബാൽക്കണിയൊക്കെ വെച്ചാണ് പള്ളി, ചമ്പക്കുളം പള്ളിക്ക് പണിതിരിക്കുന്നത്. പുളുങ്കുന്ന് പള്ളിയാണെങ്കിലും അന്നത്തെ രീതിയിൽ നോക്കിയാൽ വലിയ ഒരു ദേവാലയമാണ്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ വലിയ വിശ്വാസമാണ്. അതായത് ഞങ്ങളുടെ പള്ളി ഏറ്റവും നല്ലതായിരിക്കണം. ആ പള്ളി പണിത ടെക്നോളജി ഇന്ന് ആർക്കും അറിയത്തുപോലുമില്ല. കാരണം അത്രയും ശക്തമായ ഒരു പണി എന്ന് പറഞ്ഞാൽ, അതിന് പുളുങ്കുന്ന പള്ളിക്ക് കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഒരുപോലെ താന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ വിശ്വാസമുള്ള ഒരു സമൂഹം, ശക്തമായ വിശ്വാസം ജീവിച്ച ഒരു സമൂഹമായിരുന്നു നമ്മൾ. അപ്പം നമുക്ക് അത് പല സാഹചര്യങ്ങളിൽ അത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഈ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശത്തോട് അത്ര അടുപ്പം ഇപ്പോൾ കാണിക്കുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ നാടിനുമുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ സംസ്കാരം അങ്ങ് തളർന്നുപോയി. നിങ്ങൾ ഓർക്കണം, ഈ കുട്ടനാട്ടിൽ ഈ കൃഷിയുടെ സംസ്കാരം വളർന്നു വന്നതിൻ്റെ പിന്നിലും ക്രൈസ്തവ സാന്നിധ്യത്തിന് വലിയ ഒരു പങ്കുണ്ട്. ക്രിസ്ത്യാനികൾ അധ്വാനികളായിരുന്നു, അവർ കൃഷിക്കാരായിരുന്നു. അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യരായിരുന്നു. അത് കുറഞ്ഞപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കുട്ടനാട്ടിലും ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ കരുത്തുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടെ ഈ കുട്ടനാട്ടിലെ സമൂഹം. അതുപോലെ തന്നെയാണ് വാച്ചാപറമ്പിൽ കുടുംബവും വളരെയേറെ ദൃഢതയുള്ള ഒരു കുടുംബമാണ്. അനേകം വൈദികരെയും സന്യസ്തരെയും ഒക്കെ സംഭാവന ചെയ്ത കുടുംബം. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രതിഭകളെ വാർത്തെടുത്ത ഒരു കുടുംബം. ആ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും നമ്മളെ സഭയുടെ അടിസ്ഥാനങ്ങളിലേക്ക്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകളിലേക്ക് കൂടി നയിക്കുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ഇപ്രകാരമുള്ള ഒരു കുടുംബത്തിൻ്റെ സംസ്കാരം രൂപീകരിച്ചെടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. ക്രൈസ്തവ കുടുംബങ്ങൾ ഒരു കാലത്ത് വലിയ വ്യത്യാസം ഈ സമൂഹത്തിനുണ്ടാക്കിയെടുത്ത കുടുംബങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളാണ് ഈ കേരളത്തിൽ തന്നെ പുതിയൊരു സംസ്കാരം കൊണ്ടുവന്നത്. അത് അനുകരിച്ചാണ് മറ്റു പല സമുദായങ്ങളും പലതും ചെയ്തതെന്ന് നമുക്കറിയാം. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നമുക്കുണ്ടായ വലിയ അഭിവൃദ്ധി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, കർദിനാളിൻ്റെ സന്ദേശത്തിലും പറഞ്ഞു, നമുക്ക് കൈമുതലായി കിട്ടിയ വിശ്വാസം നമ്മൾ കളയരുത്. വിശ്വാസം നമ്മൾ ജീവിക്കണം. പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കൻ എന്നുള്ള നിലയിൽ നല്ല വിശ്വാസ ദാർഢ്യമുള്ള സമൂഹമാണ് നമ്മൾ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ സീറോ മലബാർ ഇടവകകളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോവുകയുണ്ടായി. ബ്രിസ്ബൻ ഏരിയയിലെ 7 പള്ളികളിൽ ധ്യാനിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം അല്ലേ?
വിശ്വാസത്തിൻ്റെ വേരുകൾ കണ്ടെത്താനും അത് മുറുകെ പിടിക്കാനും എല്ലാം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്, അവർക്ക് ചുറ്റോട് ചുറ്റും ഇംഗ്ലീഷ് പള്ളികളുണ്ട്. അവിടെ എത്തുന്നതൊക്കെ ചെറുപ്പക്കാർ ദമ്പതികളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആണെങ്കിലും അവരെല്ലാം സീറോ മലബാർ പള്ളി അന്വേഷിച്ച് തീഷ്ണതയോടുകൂടി വരുന്നത് കാണാൻ വലിയ ഒരു സന്തോഷമായിരുന്നു. അവരുടെ മക്കളെയെല്ലാം വേദപാഠം പഠിപ്പിക്കുന്നു. കാരണം മറ്റൊരു സംസ്കാരത്തിൽ പോയി അവർ ജീവിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ ഈ വേരുകൾ മക്കൾക്ക് കൂടി പകർന്നു കൊടുക്കണം എന്നുള്ളൊരു വലിയ തീഷ്ണമായ ആഗ്രഹമുണ്ട്. കാരണം വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്, നമ്മളെ വഴിതെറ്റിപ്പോകാതെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ അനുഭവം അത് സ്വന്തമാക്കാനും ഒക്കെ നമുക്കും സാധിക്കേണ്ടതാണ്. എനിക്ക് സത്യത്തിൽ അവരെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി. നമ്മുടെ വേദപാഠവും നമ്മുടെ കുടുംബങ്ങളിലെ വിശ്വാസ പരിശീലനവും ഒക്കെ നല്ലതാണല്ലോ. കാരണം ഇവരെവിടെ പോയാലും ഈ പള്ളി തേടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെവിടെ ചെന്നാലും നമ്മുടെ ആ സംസ്കാരം നമ്മൾ മറക്കരുത്. അത് കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാച്ചാവറമ്പിൽ കുടുംബത്തിൻ്റെ സംസ്കാരം എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടനാടിനെ കുറിച്ച് പുസ്തകം എഴുതിക്കൊണ്ടായില്ല, കുട്ടനാട്ടിൽ വന്ന് താമസിക്കാനും കുട്ടനാടിൻ്റെ നന്മകൾ വീണ്ടെടുക്കാനും ഒക്കെ നമുക്ക്, അതുപോലെ കുട്ടനാടിനെ കുറച്ചുകൂടെ നന്നാക്കാനും ഒക്കെ നമ്മുടെ സ്വാധീനവും നമ്മുടെ കഴിവുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമുദായം ഇന്ന് ഒത്തിരിയേറെ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും നേരെ ചൊവ്വേ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളെയൊക്കെ ചിരിച്ചു കാണിക്കുന്നൊക്കെയുള്ള എല്ലാവരും നമ്മൾ എന്നാൽ കാപ്പിയൊക്കെ തരുമെന്നല്ലാതെ നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ സാധിച്ചു തരത്തില്ല. കാരണം നമുക്ക് വോട്ടില്ല, നമുക്ക് ആളില്ല. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾ ഈ സീറോ മലബാർ സഭ വളർന്നത് സുവിശേഷം പ്രസംഗിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ അമ്മമാർ പെറ്റുപെരുകിയത് കൊണ്ട് മാത്രമാണ്. നമ്മൾ പെറ്റുപെരുകിയ സമൂഹമാണ്. നമ്മുടെ അമ്മമാർ പ്രസവിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം വളർന്ന സമുദായമാണ് സീറോ മലബാർ സഭ. നമ്മൾ കേരളത്തിൽ നമ്മൾ വലിയ ജാതിബോധമുള്ള മനുഷ്യരായിരുന്നു. നമ്മൾ വലിയ കൊമ്പത്തെ പാർട്ടികളായിരുന്നു. അതുകൊണ്ട് വേറെ ആരെയും നമ്മൾ അംഗീകരിച്ചില്ല, ആരോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ല, ആരെയും നമ്മൾ സ്വീകരിച്ചില്ല. നമ്മുടെ അമ്മമാർ പക്ഷേ നല്ല വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് 12 മക്കളെ ഒക്കെ ജനിപ്പിച്ച അമ്മമാരുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 7 മക്കളുണ്ട്. അതിൻ്റെ 7ാമനാണ് ഞാൻ. എൻ്റെ അമ്മയോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ ടൈപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ 2 പേര് മാത്രമേ വെളിച്ചം കാണുകയുള്ളായിരുന്നു. ഞങ്ങൾ 5 പേരുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിപ്പോയത്. ഏതായാലും അമ്മ ജനറസ് ആയിരുന്നു, അപ്പന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് 7 മക്കളുണ്ടായി. അതുകൊണ്ട് മാത്രം വളർന്നതാണ് നമ്മൾ. അതേസമയം നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർ പ്രസവിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് സമുദായം ചുരുങ്ങിയും പോയി. എന്നാ ചെയ്യാൻ? ആ ഒരൊറ്റ കാരണമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? നമ്മുടെയൊക്കെ വീടുകൾ ഒത്തിരി ഏകാന്തമായിപ്പോയി. നമ്മുടെയൊക്കെ വീടുകളിലെ ആ ഒരു വൈബ്രൻസ് നഷ്ടപ്പെട്ടു. നമ്മുടെ എത്രയോ വീടുകൾ ഇവിടെ, ഞാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇത് കാണുന്നുണ്ട്. ഈ കോൺക്രീറ്റ് കൂടാരങ്ങളിൽ പാവപ്പെട്ട അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ രാവിലെ മുതൽ പത്രവും വായിച്ചിരിക്കുകയാണ്. ആരെങ്കിലും വർത്താനം പറയാൻ ചെന്നാൽ വലിയ സന്തോഷം. രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തലതിരിച്ച് പിടിച്ച് വായിക്കും. കാരണം ഇഷ്ടംപോലെ സമയം. എന്നെ എടുക്കാനാണ് മക്കളിപ്പോൾ വീഡിയോ കോളാണ്. ഇപ്പം വീഡിയോ കോൾ തുടങ്ങിയപ്പോൾ പിന്നെ അവർ നാട്ടിൽ പോലും വരുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, എന്നാ വരാനാ എന്നാണ് പറയുന്നത്. അങ്ങനെ വീഡിയോ കോള് ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒത്തിരി അങ്ങ് വിരസമായി പോയി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മക്കളോടെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്കോ മണ്ടത്തരം പറ്റിയ മക്കളെ, നിങ്ങൾക്കെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങൾ വേണം. ഈ നാം 2 നമുക്ക് 5 എന്നൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് നല്ലതാണ്. നാം 2 നമുക്ക് 2ൻ്റെ കാലം പോയി, നാം 2 നമുക്ക് 5. നിങ്ങൾക്കറിയാമല്ലോ, പോപ്പുലേഷനിൽ സർവൈവൽ വേണമെങ്കിൽ ഏതാണ്ട് 2.1 വേണം റിപ്രൊഡക്ഷൻ, അതിൻ്റെ ആ പെർസെൻറ്റേജ്. ക്രിസ്ത്യാനികൾക്ക് എത്രയാണെന്നറിയാം? 1.9 എന്ന് പറഞ്ഞാൽ ഈ പോക്ക് പോയാൽ നമ്മളില്ലാണ്ടായിക്കോളും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നമ്മൾ തന്നെ നമ്മുടെ കാര്യം തീരുമാനമാക്കും. അതാണ് എനിക്ക് നിങ്ങളോട് ഗൗരവമായിട്ട് പരിഗണിക്കാനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞ് വാച്ചാവറമ്പി കുടുംബയോഗം കൂടി ഇത്രയും പേര് കാണുമോ ഇവിടെ? ചിലപ്പം നമ്മൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ കൂടേണ്ടി വരും, അല്ലെ? കുടുംബയോഗത്തിൻ്റെ ബ്രാഞ്ച് അവിടെയൊക്കെ സ്ഥാപിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷന് വാച്ചാവറമ്പിൽ നിന്ന് പറയാൻ പോലും അറിയത്തില്ലായിരിക്കും. അതാണ് പ്രശ്നം.
അവനെ കുടുംബം ഏതാ, കുടുംബത്തിൻ്റെ പേരുകൾ ഏതാ, ഇതൊന്നും അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് അറിയത്തു പോലുമില്ല. അപ്പം നമ്മളൊരു ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ് എന്നുള്ളൊരു ചിന്ത, അത് ഞാൻ പേടിപ്പിക്കാൻ പറയുകയല്ല, കണക്കുകൾ നമ്മളോട് പറയുന്നത്, പോപ്പുലേഷൻ പഠിക്കുന്നവർ നമ്മളോട് പറയുന്നത് നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇത്രയൊന്നും കാണത്തില്ല. ഞങ്ങളൊക്കെ ഇപ്പോഴും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 4 ലക്ഷം കത്തോലിക്കരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ എണ്ണി നോക്കി അറിയാൻ കൃത്യം എത്രയുണ്ടെന്ന്. കാരണം പലരും ഇവിടെ ഇല്ല, എല്ലാവരും വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് കുട്ടികൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ നന്മയാണ്. ഒരു 3-4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലുമൊക്കെ നാട്ടിൽ നിന്നോളൂ. എങ്ങനെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെയും നമ്മുടെ ആ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഒരു ക്രൈസ്തവ സംസ്കാരം ഇല്ലാതാവുന്നു, നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളത് സമൂഹത്തിന് മുഴുവൻ ഒരു നഷ്ടമാണ്. മറ്റൊന്ന്, നമ്മുടെയൊക്കെ മക്കള്, നല്ല മിടുമിടുക്കരായ മക്കള്, അവരൊക്കെ എവിടെ പോയി അപ്രത്യക്ഷരാവും? അവരെ ഒന്നും പൊതുരംഗത്ത് കാണാനില്ല. ഇപ്പോൾ സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്ന് കഴിഞ്ഞ മാസം 1600 പേര് ജയിച്ചു. ഞങ്ങൾ തച്ചിനിരുന്ന് എണ്ണിയിട്ട് 10 ക്രിസ്ത്യാനി പേര് കിട്ടി, വെറും 10 എണ്ണം. ഇത്രയും സ്കൂളും കോളേജും ഒക്കെ നടത്തുന്ന നമ്മൾ, ഇത്രയും വിദ്യാഭ്യാസ സംസ്കാരമുള്ള നമ്മുടെ മക്കൾ, വെറും 10 പേർക്ക് പാസ്സാകാനേ പറ്റിയുള്ളൂ. അത്രയും തലയെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളോ? നിങ്ങൾ ചോദിച്ചോ, ഫുൾ A+ കിട്ടിയ കുട്ടികൾ, നല്ല മാർക്ക് മേടിച്ച കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. അവരുടെയൊക്കെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചേ. അവർക്കൊന്നും ഇങ്ങനൊരു സ്വപ്നം ഇല്ല. അവർക്കെല്ലാം ഇവിടുന്ന് എവിടെയെങ്കിലും ഓടിപ്പോണം എന്നുള്ളൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പല വീടുകളിലെ മക്കൾ വീടുകളിൽ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് അപ്പനും അമ്മയും കൂടെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പപ്പായും മമ്മിയും നല്ല അടിപൊളി കുടുംബം. പക്ഷേ ഈ പിള്ളേരുടെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ അപ്പൻ്റെയോ അമ്മയുടെയോ അമിതമായ കൺട്രോളോ ഇവരുടെ വഴക്കോ, പിന്നെ അവിടുത്തെ ഒരു കുടുംബ സംസ്കാരത്തിൽ ഈ പിള്ളേരങ്ങ് മടുത്തു പോവുകയാണ്. ഗൾഫിൽ വർഷങ്ങൾ ജോലി ചെയ്ത് തിരിച്ചു വന്ന ഒരു മനുഷ്യനോട് സഹി കേട്ടിട്ട് മകൻ പറയുന്നത്, അപ്പാ ഈ പിശുക്ക് പരിപാടി നിർത്ത് എന്ന് പറഞ്ഞാൽ സാമാന്യം വൃത്തിയായിട്ട് ജീവിക്കാൻ തുടങ്ങുക. അപ്പനെ മകൻ ഉപദേശിക്കുകയാണ്. കാരണം ഇയാൾ അതുപോലെ കൺട്രോൾ ചെയ്ത് കണക്കും എഴുതി ഈ കാശും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ജീവിക്കുകയാണ്. വീട്ടിൽ ഈ പിള്ളേർ മടുക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയൊക്കെ നമ്മുടെ പിള്ളേർ നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വിദേശം ഇവരെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. അപ്പൻ്റെ അമ്മയുടെയും സാമീപ്യം ആസ്വദിച്ച് ഏതെങ്കിലും മക്കള് പുറത്തു പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് സംശയമാണ്. കുടുംബം ആസ്വദിക്കുന്ന മക്കളുടെ എണ്ണം കുറയുന്നുണ്ട് കേട്ടോ, അതും പ്രധാനപ്പെട്ടതാണ്. കുടുംബം ആസ്വദിക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് നിൽക്കും. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കണക്ക് വന്നപ്പോഴത്തേക്കും ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ഏതാണ്ട് 0.06 2 അങ്ങനെ രണ്ടാമത് കേട്ടു. IIM-കൾ, IIT-കൾ, അതുപോലെ വലിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ്, അങ്ങനെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒന്നും നമ്മുടെ കുട്ടികളില്ല. എന്നാൽ ഇവിടെയൊക്കെ തച്ചിന് പോകുന്ന നമ്മുടെ പിള്ളേർ കേരളത്തിൽ നിന്നുള്ള മറ്റു കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾ എവിടെ പോയി അപ്രത്യക്ഷരാകും? നമ്മുടെ കുട്ടികളുടെ താല്പര്യങ്ങളൊക്കെ എന്താണ്? അവർക്ക് ആരാണ് ഈ സ്വപ്നങ്ങളെല്ലാം കൊടുക്കുന്നത്? നമ്മുടെ നല്ല മിടുമിടുക്കരായ കുട്ടികൾ കാനഡയിലോ അവിടെ ഇവിടെയൊക്കെ പോയി ആരുടെയെങ്കിലും കീഴിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇവിടെ അവരൊക്കെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇച്ചിരി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ജയിക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഭരണരംഗത്തേക്ക് കടന്നു വരാമായിരുന്നു. ഇപ്പോൾ ആരുണ്ട് നമ്മുടെയൊക്കെ ആൾക്കാർ ആ മേഖലയിലൊക്കെ? ഇതൊക്കെ നിങ്ങൾ കുടുംബയോഗം കൂടി ചർച്ച ചെയ്യണം. വെറുതെ ഇങ്ങനെ കൂടി ഫുഡ് അടിച്ചു പോകാതെ ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച്, സർവൈവൽ ഓഫ് യുവർ ഫാമിലി, അത് നിങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുമൊക്കെ നല്ല സ്കോളർഷിപ്സ് ഒക്കെ കൊടുക്കണം. നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ എപ്പോഴും ഈ മുസ്ലിം സമുദായത്തെ ഏറെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരെ പോലെ അവരുടെ സമുദായത്തെ വളർത്തിയ വേറൊരു കൂട്ടരില്ല എന്ന് ഞാൻ എവിടെയും പറയും. അവരെ പോലെ അവരുടെ സമുദായത്തെ വളർത്തി. നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തെ വളർത്തി ഈ പരുവായി. കുടുംബത്തെ വളർത്താൻ പോയതാണ്. മക്കളുമില്ല, ആരുമില്ല, നാട്ടിലും ആരുമില്ല, ഇതുമില്ല. അവനവൻ്റെ സമുദായത്തെ വളർത്തി. അതുകൊണ്ട് അവരിപ്പം ജനസാന്ദ്രത കുറഞ്ഞ മധ്യ കേരളത്തിലെ സ്ഥലങ്ങൾ വാങ്ങി അവരുടെ ആൾക്കാർ മലബാറിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേട്ടന്മാർ അവൻ കൂടുതൽ കാശ് കിട്ടും, എന്നാൽ കൊടുത്തേക്കാം, നമുക്ക് പോയേക്കാം, ഈ കാശെല്ലാം കൂടെ ചേട്ടൻ എന്നെ എടുക്കാൻ പോവാ, അത് ഒരു പിടിയില്ല.
എന്നിട്ടും ഈ പിശുക്കാണ്, ഈ കണക്ക് എഴുതി കട്ടൻ കാപ്പി പോലും പുറത്തുനിന്ന് മേടിച്ച് കുടിക്കാതെ ഉള്ള ഒരു ജീവിതമാണ്. അപ്പൊ അവരെ പോലെ അവരുടെ സമുദായത്തെ വളർത്തിയ വേറൊരു സമൂഹമില്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ ഇനിയെങ്കിലും ഒരു പ്രാവശ്യം ലണ്ടനിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുപ്പോൾ അവർ പറഞ്ഞു, ഒരു പേരന്റ് പറഞ്ഞു അവരുടെ മകൾക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ പറഞ്ഞു ഭയങ്കര ഫീസാണ്, ഒരു സ്കോളർഷിപ്പും ഇല്ല. അപ്പോൾ ഈ മാതാപിതാക്കൾ മകൾക്ക് ലോൺ കൊടുക്കുകയാണ്. അവർക്ക് വേണ്ട, അവർക്ക് അല്ലാതെ ഔദാര്യമൊന്നും വേണ്ട, ഞാൻ തിരിച്ചു തരാം, ലോൺ തന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നീ വേറെ എങ്ങും പോയി ജോലി ചെയ്യണ്ട, നിനക്ക് ഞങ്ങൾ ലോൺ തരാം, നീ പിന്നെ തന്നാൽ മതി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ബംഗ്ലാദേശികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ അവർക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് ഉണ്ട്, ഏതാണ്ട് വളരെ തുച്ഛമായ ഫീസ് കൊടുത്താൽ മതി. പാകിസ്ഥാനികൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവിടുത്തെ സമ്പന്നരായ മുസ്ലിങ്ങൾ വലിയ സ്കോളർഷിപ്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആരെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ഫ്രീ ആയിട്ട് പഠിക്കാം. ക്രിസ്ത്യാനികൾ കാശ് കൊടുത്ത് പഠിച്ചോളൂ, കാരണം അങ്ങനെ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കുള്ളൂ, വേറെ ആരുടെ കാര്യം നോക്കുകയാണ്. നമുക്ക് ഈ സമുദായം വളരണമെന്നും സമുദായത്തിൻ്റെ സ്ഥാപനങ്ങൾ വളരണമെന്നും ഒക്കെ ഒരു ആഗ്രഹം വേണം. SB കോളേജിൽ കുട്ടികൾ കുറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനയുണ്ടോ? ഇല്ല. കാരണം എന്നാ? അതിപ്പോ അവിടുത്തെ നമ്മുടെ അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകൾ പൂട്ടുന്നു, നമുക്ക് ആർക്കെങ്കിലും വേദനയുണ്ടോ? ഇല്ല. നമ്മുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും കുറവ് വരും, നമ്മളാരെങ്കിലും വിഷമിക്കുമോ? ഇല്ല. അതാണ് നമുക്ക് ഈ കത്തോലിക്കർക്ക് പറ്റിയൊരു കാര്യം. നമ്മൾ എവിടെയോ ഒരു വല്ലാത്ത സ്വാർത്ഥത തലയിൽ കയറി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമുദായത്തെ വളർത്തുന്ന നല്ല പദ്ധതികൾ രൂപീകരിക്കണം. സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല സ്കോളർഷിപ്സ് കൊടുക്കും. സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരെ എല്ലാം സ്റ്റേജിൽ കയറ്റി കൊടുക്കും. അവന് താഴെ ചെന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു 500 രൂപ കാണും, അല്ലെങ്കിൽ 2000 രൂപ കാണും. ആർക്ക് വേണം അത് കൊടുക്കുവാണെങ്കിൽ അവന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അവൻ്റെ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന രീതിയിൽ ഒരു നല്ല സ്കോളർഷിപ്പൊക്കെ ഏർപ്പെടുത്താൻ. അത് നമുക്ക് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, പുറത്തുള്ളവർക്കും, കഴിവുള്ളവരുണ്ടെങ്കിൽ പുറത്തുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ ഒക്കെ സാധിക്കുമ്പോഴാണ് സമുദായം വളരുന്നതെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. ഇപ്പം തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത മാത്രമാണ്, നമ്മുടെ അതിരൂപതയിൽ പെടാത്തവരിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ചങ്ങനാശ്ശേരി അതിരൂപത മാത്രം എന്തേരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് അത് അറിയാം? എത്ര പേര് അതിനെക്കുറിച്ച് അത് സഹകരിക്കുന്നുണ്ട്? നമുക്ക് ഏതാണ്ട് 100-ലധികം കാരുണ്യ ഭവനങ്ങൾ തന്നെയുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അപ്പന്മാർ, അമ്മമാർ, ബോയ്സ് ഹോമുകൾ, ഗേൾസ് ഹോമുകൾ, പിന്നെ അംഗവൈകല്യം വന്ന കുഞ്ഞുങ്ങൾ, 100-ലധികം. കൂടുതൽ നടത്തുന്ന നമ്മുടെ സിസ്റ്റേഴ്സാണ്. അൽമായർ നടത്തുന്നുണ്ട്, അച്ഛന്മാർ നടത്തുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ നമ്മുടെയൊക്കെ ചിന്ത ഇത് ഫോറിനിൽ നിന്ന് അവർ കാശ് കൊണ്ടുവന്നുള്ളൂ. ആ കാലമെല്ലാം പോയി. ഫോറിനിലൊന്നും ഇപ്പോൾ സഭയില്ല. നമുക്ക് പക്ഷേ കഴിവുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയല്ല. അതാണ് നമ്മുടെ അതിർത്തിയിൽ 3 മെഡിക്കൽ കോളേജുകളുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം. 3ന്റെ അടുത്ത് അവിടെ വരുന്ന നാനാജാതി മതസ്ഥർക്ക് 5 പൈസ പോലും കൊടുക്കാതെ രോഗികൾക്ക് താമസിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ, സൗജന്യ താമസവും ഭക്ഷണവും. തിരുവനന്തപുരത്ത് ലൂർദ് മാതാ ക്യാൻസർ കെയർ സെൻറ്റർ, കോട്ടയത്ത് കരുണാലയം, മുടിയൂർക്കര പള്ളിയുടെ അനുബന്ധിച്ച് അതിരമ്പുഴ പള്ളി വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം തന്നെ തന്നിരിക്കുന്നു. ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക് ഒരു ദിവസത്തേക്ക് വേണേൽ താമസിച്ചിട്ട് പോകാം. പിന്നെ ആലപ്പുഴയിൽ നമ്മൾ പുതിയതായിട്ട് മദർ തെരേസ ഹോം തുടങ്ങി. ആര് വേണമെങ്കിലും, അത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വരുന്നവർക്കും അവിടെ ഒരു ദിവസം വന്ന് താമസിച്ചു പോകാം. നമ്മൾ ആരെങ്കിലും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്നാ? അതിപ്പോൾ അവർ നടത്തിക്കോളൂ. അതാണ് നമ്മൾ നമ്മുടെ സമുദായത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമുള്ള സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കുടുംബയോഗമായിട്ട് കൂടുമ്പോൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാതെ നമ്മളിൽ നിന്ന് വളരെ വിശാലമായിട്ട് പോകുന്ന ഒരു ചിന്ത രൂപീകരിക്കാൻ, നമ്മുടെ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ അഭിമാനിക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു പുതിയൊരു സംസ്കാരം രൂപീകരിക്കണം. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും ഓൺ ചെയ്യണം. നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ഈ കുടുംബത്തിൽ എത്ര പേര് കാണും? നിങ്ങളുടെ തന്നെ മക്കൾ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്ന നിങ്ങളുടെ പിള്ളേരോട് ചോദിച്ചാൽ മതി. അവർ കറക്റ്റ് ആയിട്ട് അവർ കണക്ക് കൂട്ടി പറയും. 10 വർഷം കഴിയുമ്പോൾ എത്ര പേര് കാണും? ഈ പോക്ക് പോയാൽ ഈ ജനന നിരക്കും ഒക്കെ വെച്ച് അവർ തന്നെ കണക്ക് കൂട്ടി പറയും. ഈ കുടുംബയോഗത്തിൽ 50 വർഷം കഴിയുമ്പോൾ എത്ര പേര് കാണും? അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളെക്കുറിച്ച് എന്നുള്ളതിനേക്കാളും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുവാനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ.